ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ഇതിലെ 2 ശ്ലോകങ്ങൾ ഇന്ന് പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 1. സ്തംഭേ ഖട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പഃ കശ്ചന സമ്പപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. നരസിംഹാവതാരാണ്, കുറച്ച് ഉഷാറോടുകൂടി ചൊല്ലേണ്ട ശ്ലോകമാണിത്. സ്തംഭേ ഭ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഖട്ടയതോ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ട എന്നുള്ളതും. ഹിരണ്യകശിപോ ഹിരണ്യകശിപോ അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. കർണൗ സമാചൂർണയൻ എന്ന് ചൊല്ലിയിട്ട് അടുത്ത ലൈന് ചൊല്ലുകയാണെങ്കിൽ ആഘൂർണ എന്ന് വരും. ചേർത്ത് ചൊല്ലുമ്പോൾ സമാചൂർണയന്നാഘൂർണ അങ്ങനെ ചേർത്ത് ചൊല്ലുമ്പം സമാചൂർണയൻ വിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ ആ എന്നാണ് വരിക. ആഘൂർണ ഖു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആഘൂർണ ജഗദണ്ഡ ജ 2 ജ എന്നാണ്. ജ എന്നൊന്നാവരുത്, ജ എന്ന് ഒന്ന് ഊന്നി പറഞ്ഞാൽ മതി. ജഗദണ്ഡ ജ 2 ജ എന്നാണ്. ജഗദണ്ഡ നാഡ് എന്നാണ്, ഒട്ടും ഊന്നണ്ട. അതേപോലെ കുണ്ട എന്നുള്ളതും നാഡ് എന്നാണ്. കുണ്ട കുഹരോ ഘോര ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഘോര തവ അഭൂത് രവ ചേർത്തിട്ട് ഘോരസ്തവാഭൂദ്രവ അവിടെ വിസർഗമുണ്ട്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രുത്വാ ത്വ നവള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ നീട്ടിയിട്ട് രാജഹൃദയേ പൂർവം കഥാപി അശ്രുതം ചേർത്തിട്ട് കഥാപ്യശ്രുതം കമ്പ അവിടെയും വിസർഗമുണ്ട്. കശ്ചന ശാച്ച എന്നാണ്. കശ്ചന സമ്പപാത ചലിത അഭി അംഭോജഭൂർവിഷ്ടരാത് ചേർത്തിട്ട് ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. അംഭോജ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൂർ എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കമ്പ കശ്ചന സമ്പപാദ ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത് അങ്ങനെ നിർത്താം. സ്തംഭേ ഖട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം കമ്പഃ കശ്ചന സമ്പപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. അടുത്തത് 2ാമത്തെ ശ്ലോകം. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃസംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫുർജദ്ധവളോഗ്രരോമവികസദ് വർഷ്മാ സമാജൃംഭഥാഃ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം.
ദൈത്യേ ദിക്ഷു ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിസൃഷ്ട ചക്ഷുഷി ഇവിടെയും ക്ഷു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. മഹാസംരംഭിണി അത് ഒന്നിച്ചിട്ടുള്ളൊരു വാക്കാണ്. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്തംഭത അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സംഭൂതം ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്നുണ്ട്. സ്തംഭത സംഭൂതം അങ്ങനെ ചേർത്ത് ചൊല്ലുമ്പം അങ്ങനെ ചൊല്ലണം. സ്തംഭത എന്നുള്ളതിൻ്റെ ഭാന്നും സംഭൂതം എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ന മൃഗാത്മകം മ എന്നുള്ളത് താ മാന്ന് ചേർത്ത് ചൊല്ലണം. മൃഗാത്മകം. ന മനുജാകാരം വപു തേ വപുസ്തേ. വിഭോ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കിം കിം ഭീഷണം ഏതത് അദ്ഭുതം ഇതി ചേർത്തിട്ട് ഭീഷണമേതദ്ഭുതമിതി. ഭീഷണം എന്നുള്ളതിൻ്റെ ഭീന്നും അദ്ഭുതം എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയണം. വ്യുത്ഭ്രാന്ത ചിത്തേ അസുരേ ചേർത്തിട്ട് വ്യുത്ഭ്രാന്ത ചിത്തേ സുരേ. ഭ്രാന്ത എന്നുള്ളതിൻ്റെ ഭ്രാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിസ്ഫൂർജധവളോഗ്രരോമവികസദ്വർഷ്മ അതും ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. വിസ്ഫൂർജ സ്ഫു എന്നുള്ളതിൻ്റെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ജ എന്ന് 2 ജ എന്നുണ്ട്, മെല്ലെ നൂന്നണം. വിസ്ഫൂർജ ധവളോ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധവളോഗ്രരോമവികസദ്വർഷ്മ ദ്വ അതവിടെ പിരിച്ചിട്ട് ചൊല്ലുകയാണെങ്കിൽ വികസത് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വർഷ്മ സമാജൃംഭഥ ലാസ്റ്റിൽ വിസർഗം ഉണ്ട്, നീട്ടിയിട്ട് വിസർഗം പറയണം. വിസ്ഫൂർജധവളോഗ്രരോമവികസദ്വർഷ്മ ദ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സമാജൃംഭഥ സമാജൃം ജൃംഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും ദീർഘമുണ്ട്, നന്നായിട്ട് ഊന്നി പറയണം. വിസർഗവും പറയണം. അങ്ങനെ നിർത്താം. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുത്ഭ്രാന്തചിത്തേ സുരേ. വിസ്ഫൂർജധവളോഗ്രരോമവികസദ്വർഷ്മ സമാജൃംഭഥാഃ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.